ജമ്മു കാശ്മീരിലെ കിഷ്ത്വാറിൽ സൈന്യവും ഭീകരരും തമ്മിൽ ഇപ്പോൾ ഏറ്റുമുട്ടൽ നടക്കുകയാണ്. 3 ഭീകരരെ സൈന്യം വളഞ്ഞു കഴിഞ്ഞു എന്നാണ് ലഭിക്കുന്ന വിവരം. കിഷ്ത്വാറിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു. അതിർത്തിയിൽ വീണ്ടും പാക് ഡ്രോൺ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിനീത വിജി വിവരങ്ങളുമായി ചേരുകയാണ്. വിനീത, പറയൂ. ഭീകരർക്കെതിരെയുള്ള ഓപ്പറേഷൻ ട്രാഷി അതിപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ 13 ദിവസമായ ആ ഓപ്പറേഷൻ ജമ്മു കാശ്മീരിലെ പല മേഖലകൾ കേന്ദ്രീകരിച്ചും തുടർന്നു വരികയാണ്. ഇപ്പോൾ കിഷ്ത്വാറിലാണ് സൈന്യവും ഭീകരരും തമ്മിൽ ഒരു ഏറ്റുമുട്ടലുണ്ടായി എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ നമുക്ക് ലഭ്യമായിരിക്കുകയാണ്. ഒപ്പം തന്നെ ഒരു 3 ഭീകരർ ആ മേഖലയിൽ എന്നും ഈ ഭീകരരെ സൈന്യം വളഞ്ഞു എന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ കൂടിയാണ് ലഭ്യമായിരിക്കുന്നത്. മേഖലയിൽ ഭീകരർക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ജമ്മു കാശ്മീർ പോലീസും ഒപ്പം തന്നെ സൈന്യവും സംയുക്തമായിട്ടാണ് ഈ മേഖലയിൽ തെരച്ചിൽ നടത്തുന്നത്. നേരത്തെ തന്നെ ചില രഹസ്യ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ടായിരുന്നു, ഈ പോലീസിന് ലഭ്യമായിട്ടുണ്ടായിരുന്നു. തുടർന്ന് അവർ വിവരം സൈന്യത്തിന് കൈമാറുകയും തുടർന്നാണ് ഈ ഓപ്പറേഷൻ ട്രാഷി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. 13 ദിവസമായി ഈ മേഖലയിൽ ജമ്മു കാശ്മീർ കിഷ്ത്വാർ ഉൾപ്പെടെയുള്ള മേഖലയിൽ ഈ ഓപ്പറേഷൻ തുടർന്നു വരികയാണ്. ഇപ്പോൾ ആ കിഷ്ത്വാറിലെ ഈ ഇന്റർനെറ്റ് സേവനങ്ങൾ ഉൾപ്പെടെ നിർത്തിവെച്ചുകൊണ്ട് ഈ ഓപ്പറേഷൻ തുടരുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഒരു പാക് സാന്നിധ്യമുള്ള ഒരു ഡ്രോൺ ഇന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് സൈന്യം വെടിയുതിർത്തതിനെ തുടർന്ന് ആ ഡ്രോൺ അപ്രതീക്ഷിതമായ തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ കൂടിയാണ് ലഭ്യമായിരിക്കുന്നത്. ഇതിനെ തുടർന്ന് വലിയ ജാഗ്രതയാണ് ഈ അതിർത്തി മേഖലകളിലേക്ക് അടക്കം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ കിഷ്ത്വാറിൽ ഉൾപ്പെടെ ഇപ്പോഴും സൈന്യത്തിന്റെയും ഒപ്പം തന്നെ പോലീസിന്റെയും തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.